ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെയും നമ്മുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അത് വരും ബഡ്ജറ്റിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഇത്രത്തോളമായി. പ്രതിഷ്ഠാദിനമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷകരമായിട്ട് തന്നെ എല്ലാവരും നല്ല തൃപ്തിയോട് കൂടിയിട്ട് തന്നെ പ്രതിഷ്ഠാദിനമൊക്കെ ആഘോഷിച്ചു. ഇനി അടുത്ത പ്രതിഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് അടുക്കളയിൽ തിരക്കിട്ട പണിയാണ്. ഞാനും അമ്മയൊക്കെ വറുത്തരച്ച് സാമ്പാർ വെക്കുന്നുണ്ട്, പിന്നെ ഉപ്പേരി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ രാവിലെ നല്ല ചപ്പാത്തിയും കുറുമക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പച്ചക്കടലില്ലേ, അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറുമക്കറി ഉണ്ടാക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇനി ഷെയർ ചെയ്യാം കേട്ടോ, ഇനി വരുന്ന വീഡിയോയിൽ. അപ്പം നല്ല ചപ്പാത്തി ഇതാ സുടുസുടാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുമാറിന് പണിയൊന്നുമില്ല, ഞായറാഴ്ച അല്ലേ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച വ്ളോഗാണ്. അപ്പോൾ അതാ ചപ്പാത്തി ഇങ്ങനെ ചുട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറി കൂട്ടി നന്നായി കഴിക്കാം കേട്ടോ. കുറുമക്കറി എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാൽ പിഴിയേണ്ട മടി എല്ലാവരും മനസ്സിൽ വിചാരിക്കൂലേ. പക്ഷെ തേങ്ങാപ്പാലൊന്നും പിഴിയേണ്ട ആവശ്യമില്ല. ഇതിൽ തേങ്ങ അരച്ച് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുക്കറിലിട്ട് വേവിക്കുന്ന ഒരു തിരക്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടപ്പായും ശ്രീകുട്ടിയും ഇവിടെ ഗംഭീര കളിയിലാണ്. ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ശ്രീകുട്ടീനെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിലൊരുപാട് പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചേച്ചിയുടെ മോളാണോ എന്ന്. അപ്പം എൻ്റെ മോളല്ല കേട്ടോ, എനിക്ക് മോളെപ്പോലെ തന്നെയാണ്. അവൾ നല്ല കമ്പനിയാണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പൊന്നൂസ്, കുട്ടൂസൻ, അനുദേശി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ വ്ളോഗിൽ പല സ്ഥലങ്ങളിലും പേരുകൾ പറയുന്നതും കണ്ടിട്ടും ഉണ്ടായിരിക്കും. അവരുടെ ചേച്ചിയുടെ മോളാണ്, അതായത് അനുദീച്ചറ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിൻ്റെയും കുട്ടൂസിൻ്റെ ഒക്കെ മേമ. അപ്പോൾ അവളിപ്പോൾ ഇവിടെയാണ് താമസം. അപ്പോൾ ഇങ്ങോട്ട് വരും, ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ കളിക്കാൻ ഇങ്ങോട്ട് വരും. പിന്നെ അടുത്താണല്ലോ, അവളെപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് കൂടുതലായിട്ടും. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഗംഭീരമായിട്ട് കഴിച്ചിട്ട് ഇനി നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെയെന്നറിയോ? നമുക്കൊരു ഉദ്ഘാടനത്തിന് പോകണം. ഒരുപാട് നാളായി നമ്മളോട് പറയുന്ന നമ്മുടെ ആറങ്ങോട്ടര സെൻറ്ററിലെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള PVK-കാർ, അതായത് PVK ജ്വല്ലറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആറങ്ങോട്ടുകരയിലെ. അപ്പോൾ PVK ജ്വല്ലറി മാത്രമല്ല അവർക്ക് ആറങ്ങോട്ടരുള്ളത്. നമ്മുടെ പലചരക്ക് കടയില്ലേ, അത് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒറ്റ കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ള സാധനങ്ങളായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതും നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം, അഹങ്കരിക്കാം അല്ലേ. നമ്മുടെ നാട്ടിലെ ഒരു സൂപ്പർ മാർക്കറ്റും തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വലിയൊരു സന്തോഷമാണ് അല്ലേ. നമുക്ക് അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടേക്കും പോകേണ്ട, എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ മേടിക്കാം. അതുമാത്രമല്ല കേട്ടോ, അവരൊരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ മുതലാളിമാരായിക്കോട്ടെ, അതേപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ എടുത്തു തരുന്ന അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, എല്ലാവരും വളരെ സ്നേഹത്തോട് പെരുമാറുന്ന ഒരു കൂട്ടരാണ്. എനിക്ക് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ആ കടയിലേക്കല്ല എങ്കിൽ കൂടി പുറത്തുനിന്ന് നമ്മളിപ്പോൾ അവിടുത്തെ മുതലാളിമാരേനെ ആരേനൊക്കെ കാണുകയാണെങ്കിൽ എങ്ങട്ടാ ശരത്തെ, എങ്ങട്ടാ രൂപേ, ഒന്ന് ജസ്റ്റ് ഒന്ന് തല കൊണ്ട് അവർ ചിരിച്ച് തലാട്ടെങ്കിലും ചെയ്യും. അപ്പോൾ അത് നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഏട്ടൻ എന്ത് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിലും ഇപ്പോൾ കുറേ ആയിട്ട് PVK തന്നെയാണ് മേടിക്കാറുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിങ് നടക്കുന്ന അന്ന് തൊട്ടേ ഞങ്ങളോട് പറയാൻ തുടങ്ങിയതാണ്, എന്തായാലും വരണം കേട്ടോ, എന്തായാലും വരണം കേട്ടോ. ഞങ്ങളെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം ഒരു സമയത്ത് നമ്മളിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള കുറച്ച് ടീമുകളാണ്. അപ്പോൾ നമ്മളതിനെ സ്പെഷ്യലായിട്ടൊരു നല്ലൊരു കാര്യത്തിന്, നല്ലൊരു ചടങ്ങിന് നമ്മളതിനെ പ്രത്യേകം ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ തോന്നിയിട്ടുള്ളൊരു നിമിഷമാണ് കേട്ടോ. ഇനി നമ്മുടെ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായിട്ട് കുറച്ചധികം സ്ഥലം തന്നെ അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് സൂപ്പർ മാർക്കറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ സാധനങ്ങളാണോ, ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അലങ്കരിക്കേണ്ട സാധനങ്ങളാണോ, അലങ്കാരപാത്രങ്ങളാണോ, ഏത് തരത്തിലുള്ള പാത്രങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത്, നമ്മുടെ PVK സൂപ്പർ മാർക്കറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു വീട് വെക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ ആറങ്ങോട്ടര എന്ന സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് കയറി നോക്കി നോക്കൂ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരിവിടെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല ഇനിയിപ്പോൾ ഹൈ ലെവലിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കണോ, ആ രീതിയിലുള്ള പാത്രങ്ങളും ഐറ്റംസൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും
നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഏത് തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ആളുകൾക്കും ഇവിടെ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ചില കടകളിൽ പോയാൽ ഭയങ്കരമായിട്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കുട്ടപ്പായ്ക്ക് ഈ സ്കെച്ചും പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് മേടിച്ചു. അപ്പോൾ അതിന് എനിക്ക് റേറ്റ് വന്നത് 120 രൂപയ്ക്കാണ്. അത്യാവശ്യം നല്ല വലിയൊരു പാത്രമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പാത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്പേസും ഉണ്ട്. സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് നമുക്ക് ഓരോന്നും എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ പോയി ഏത് സാധനം എടുക്കേണ്ടത് തപ്പലൊന്നും വരില്ല. അപ്പോൾ ഇന്ന സാധനം അവരോട് അവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ ചവിട്ടി വേണം, കാല് തുടയ്ക്കാൻ പറ്റിയിട്ടുള്ള ചവിട്ടി വേണം, അല്ലെങ്കിൽ അരിപ്പ വേണം, അല്ലെങ്കിൽ ഇന്ന പോലത്തെ കയ്യിൽ അല്ലെങ്കിൽ മടാൾ, ഇങ്ങനെ സാധനങ്ങളൊക്കെ വേണം എന്ന് പറയുകയാണെങ്കിൽ ആ സെക്ഷനിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം കോരണ ബക്കറ്റ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ മതി. അവിടെ അവർ ഒട്ടും തന്നെ സ്ഥലം വേസ്റ്റ് ആക്കാതെ എല്ലാ സാധനങ്ങളും നമുക്ക് കൺകുളിർക്കെ കാണാവുന്ന രീതിയിലാണ് ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ മേടിച്ച് പോരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോന്നാൽ മതി. ഞങ്ങൾ കുട്ടപ്പായ്ക്ക് എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിനും ജസ്റ്റ് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ പെൻസിൽ തൊട്ട് റബ്ബർ മുതൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ചെരുപ്പും ഡ്രസ്സൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അവന് വേണ്ട പഠിക്കേണ്ട സാധനങ്ങൾ, കളർ സ്കെച്ച്, ഇനിയിപ്പോൾ എന്തെങ്കിലും ആൽബമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കത്രിക, എന്തപ്പം ഞാൻ പറയാം, എടുത്ത് എല്ലാം എനിക്ക് പറയാൻ പറ്റണില്ല. കാരണം അത്രയും സാധനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ബക്കറ്റ്, ബാത്റൂം ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അറേഞ്ച് ചെയ്ത് നല്ലോണം കാണാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു റിബൺ കെട്ടുന്ന ചേട്ടൻ അവിടുത്തെ ഒരു മുതലാളിയാണ് കേട്ടോ. ആ ചേട്ടനാണ് ജ്വല്ലറിയിലൊക്കെ ഇരിക്കാറുള്ളത്. അപ്പോൾ മുതലാളി എന്നോ സ്റ്റാഫുകൾ എന്നോ കസ്റ്റമേഴ്സ് എന്നോ ഒരു വ്യത്യാസമില്ലാതെ അവർ നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകളാണ്. അതുതന്നെയാണ് PVKക്കാരുടെ ഒരു വിജയം എന്ന് പറയണതും. സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ നല്ല വൃത്തിയിൽ അവർ ഇവിടെ അടക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പമുള്ള ഗ്ലാസ് നോക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിലവിളക്കുകളും ഒരു കച്ചറ എന്ന രീതിയിലല്ല സാധനങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് വരിക എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ ഒരു കാര്യമാണ്. പിന്നെ പല രീതിയിലുള്ള ചെമ്പിൻ്റെ പാത്രങ്ങൾ, പിന്നെ മൺകലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു സർപ്രൈസ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിരുമ്പണ കല്ലും പിന്നെ ഈ ഒരു ചിരവിയാണ് കേട്ടോ. നമുക്കിങ്ങനെ സ്ലാബിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ചിരവാൻ പറ്റും. ഒരു വീഡിയോയിലൊന്നും പറഞ്ഞു തീരാൻ പറ്റാത്ത സാധനങ്ങളാണ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വിശാലമായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 1-2 സാധനങ്ങൾ ഞങ്ങൾക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവാട്ടോ. സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് കൊടുക്കട്ടെ. നല്ല രീതിയിൽ തന്നെ അവർ മുന്നേറി വരട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് കീഴടക്കാൻ പറ്റട്ടെ എന്ന് നല്ല മനസ്സോടുകൂടി പ്രാർത്ഥന ഞങ്ങളുടെയും കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ച് ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതാ നല്ലൊരു ഗ്ലാസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബില്ലടിക്കണം.
ഗ്ലാസ് മാത്രല്ല ട്ടോ. ഞങ്ങളൊരു വെജിറ്റബിൾ പീലറും മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയപ്പോ കുട്ടപ്പായും ശ്രീകുട്ടിയും കൂടിയിട്ട് ഇവിടെ പൊമ്മക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുക. അപ്പൊ ഞാൻ ചോളമൊക്കെ പുഴുങ്ങിയിട്ട് അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്കും കുട്ടപ്പായ്ക്കും ശ്രീകുട്ടിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഞങ്ങള് PVKന്ന് തന്നെ മേടിച്ചതാണ് ട്ടോ. PVK സൂപ്പർ മാർക്കറ്റിൽ തന്നെ മേടിച്ചതാണ്. അത് 2 ദിവസം മുന്നേ പോയപ്പോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കേറിയപ്പോ മേടിച്ചതാണ് ട്ടോ. കുട്ടപ്പായ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ ഓരോ സാധനങ്ങള് ഓരോ രൂപത്തിലും ആകൃതിയിലും നമുക്ക് കിട്ടും ട്ടോ. ഇപ്പൊ ശ്രീകുട്ടിയുടെ ഐഡിയയാണ് ഇങ്ങനെ നമുക്ക് ടെഡി ബിയറിന്റെ പിറന്നാൾ ആഘോഷിക്കാടാ കുട്ടപ്പായി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചോറും പപ്പടും ഉപ്പേരിയും അവിയലും എല്ലാം അവരുണ്ടാക്കിയിട്ടുണ്ട്. കുട്ടപ്പായുടെ ഒരു ബനിയൻ കൊടുന്നിട്ട് മമ്മക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങള്. അപ്പൊ ഇനിയും നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അമ്മ ഒരു പുതിയ മാക്സി എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് എത്ര നല്ല മാക്സി ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. അമ്മ വീട്ടിൽ നിൽക്കുമ്പോൾ പഴയതായിട്ടുള്ളൂ. അപ്പൊ ഇതെന്താ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഡ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഒന്നും നശിപ്പിച്ച് കളയാൻ തോന്നില്ല എന്ന് അമ്മ എപ്പോഴും പറയും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ സ്പെഷ്യൽ മസാല കൂട്ടൊക്കെ ഏട്ടൻ കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല വറുത്തരച്ച സാമ്പാറും, അമ്മയുടെ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറും, അതേപോലെ തന്നെ ഇന്നലത്തെ രസമുണ്ട്. എണ്ണയിൽ വറക്കുന്ന ടേസ്റ്റ് ഇല്ല, പക്ഷെ നമുക്ക് ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. എയർ ഫ്രയർ ഒരെണ്ണം മേടിച്ചു. അത് ഓഫറിൽ കിട്ടിയപ്പോൾ മേടിച്ചത്. ഞാൻ ആമസോണിൽ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫറിൽ 50% ഓഫറിൽ കിട്ടി. അപ്പോൾ അതൊരെണ്ണം പൂശി. അങ്ങനെ ഏട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ ചുട്ടെടുത്തതും ഉപ്പേരിയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അങ്ങനെ തുള്ളി എണ്ണ നമ്മൾ അതിൻ്റെ മുകളിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിൽ ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുള്ളി എണ്ണ നമ്മൾ തൊട്ട് പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചിക്കൻ നല്ല വൃത്തിയിൽ അടക്കി ഒതുക്കി വെച്ചിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ചുട്ടെടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ അവർ ഓരോ ഓപ്ഷൻസ് അതിലുണ്ട് കേട്ടോ. ഓണാക്കി കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻസ് വരും. ഒരു ബുക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വിഭവത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ മീനുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അപ്പോൾ ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ വെച്ചിട്ട് അതിൽ എത്ര ടൈമാണ് നമുക്ക് വേണ്ടത് ആ ടൈം നമുക്കതിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു 25 മിനിറ്റോളം വെക്കും. ആദ്യം ഒരു 10 മിനിറ്റ് വെക്കും, പിന്നെ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ 25, ടോട്ടൽ 25 മിനിറ്റാണ് നമ്മൾ വയ്ക്കാറുള്ളത്. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന രീതിയിൽ, ഒരുപാട് ഹാർഡും അല്ല എന്നാൽ ഒരുപാട് ജ്യൂസി അല്ലാത്ത രീതിയിൽ നമുക്ക് അതിൽ ചുട്ടെടുത്ത പോലെ കിട്ടും കേട്ടോ. അത് ഞാൻ അവസാനം കാണിച്ചു തരാം ആ ഒരു രൂപത്തിലേക്ക് വരണത്. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് മറ്റേ സൈഡും ഇട്ട് കൊടുക്കാം. ഇതേപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡും നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. മസാല ഒന്നും കരിഞ്ഞു പോവില്ല കേട്ടോ, നല്ല രുചിയാണ് ഉണ്ടാവുക. അങ്ങനെ ഇവിടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ചിരകിയിട്ടുള്ള നല്ലൊരു തോരൻ പോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കണ്ട അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി എന്ന് പറയുന്നത്. അങ്ങനെ ചിക്കതാ എല്ലാതും മറച്ചിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിതാ ഓണാക്കാം കേട്ടോ. ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ ബുക്ക്, അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ബട്ടൺസ് ഒക്കെ വരും. അങ്ങനെ ബുക്കിൽ നമ്മൾ പോയിട്ട് ഓരോന്ന് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഓരോ വിഭവങ്ങളിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. മീനാണോ പച്ചക്കറിയാണോ ചിക്കനാണോ അപ്പോൾ ഏതാ വേണ്ടിച്ച് നമ്മൾ നമുക്ക് ചിക്കനാണ് വേണ്ടില്ല. അപ്പോൾ ചിക്കനിലേക്ക് കൊടുന്ന് വെച്ചിട്ട് അത് ടൈമർ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഓണാക്കുക. അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതാണ്ട് നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊക്കെ വിളമ്പി കുശാലായിട്ട് കഴിക്കാം. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലൊരു പടവടച്ചു, കുറച്ച് ചോറൊക്കെ വിളമ്പി വെച്ചു, സാമ്പാർ കൊണ്ടുവന്ന് വെച്ചു, ഉപ്പേരി കൊണ്ടുവന്ന് വെച്ചു, ചിക്കൻ കൊണ്ടുവന്ന് വെച്ചു, രസം കൊണ്ടുവന്ന് വെച്ചു. എയർ ഫ്രയർ നമുക്ക് PVK സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. അവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും ഇത്. അപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കണം എന്നുള്ളവർ അങ്ങനെയും മേടിക്കാം കേട്ടോ. നമുക്ക് എണ്ണ ഇല്ലാതെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല ടേസ്റ്റ്. പക്ഷേ എനിക്ക് ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി കേട്ടോ. അമ്മ പിന്നെ ചിക്കൻ കഴിക്കില്ലല്ലോ. അപ്പോൾ കുമാർ ഇതാ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. കുമാർ ചോദിക്കുന്നുണ്ട്, എന്നെ കാണിക്കണടാ ബാബു എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്നെ കാണിക്കാതെ ഈ എവിടെ പോയിന്ന് എല്ലാവരും ചോദിക്കില്ലേ, കുറേ കാലമായില്ലേ കണ്ടിട്ട്. അപ്പം ഞാനത് രസം കൂട്ടിയിട്ട് ആദ്യം കുറച്ച് കഴിക്കും, പിന്നെ സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കും. നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട സാധനങ്ങളായതുകൊണ്ടേ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫുഡ് നന്നായി കഴിക്കുന്ന ഒരാളാണ്. അതിപ്പോൾ ഇന്ന ഫുഡ് എന്നല്ല, എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. എല്ലാവരും ഉണ്ടാക്കിയ ഫുഡും ഇഷ്ടമാണ്. ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പേരിയും രസവും ചോറൊക്കെ എടുത്തിട്ട് ഒരു 3 പീസ് ചിക്കനും എടുത്തിട്ട് ഒരു ഉരുള വായിലേക്കിട്ടു. നല്ല രുചിയുണ്ടായിരുന്നു രസം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ സാമ്പാർ കൂട്ടിയിട്ട് നമുക്ക് പിന്നെ കഴിക്കാം, അതായത് അപ്പം തന്നെ കഴിക്കും. അപ്പോൾ കുട്ടപ്പായി എനിക്ക് എന്തോ കൊടുന്നു തരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ എന്താ കുട്ടപ്പായി അവനൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുക.
അതായത് നമ്മുടെ ടെഡി ബിയർ കൂട്ടനെ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ലൈറ്റ് കൊണ്ട് തിരിയൊക്കെ ഉണ്ടാക്കി കത്തിച്ചിട്ടൊക്കെയാണ് അവർ ആഘോഷിക്കുന്നത് കേട്ടോ. കളികളുടെ ഒക്കെ ഒരു മാറ്റം ഞങ്ങളൊക്കെയാണ് മണ്ണപ്പം ചുട്ട് കളിക്കുക, ചോറും കറിയും വെച്ച് കളിക്കുക, മണ്ണ് കൊണ്ട് ചോറും കറിയും വെക്കുക, അതേപോലെ തന്നെ ചെമ്പരത്തി പൂ കൊണ്ട് കൂട്ടാൻ വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള കളികളായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. കൊട്ടിയും കോലും കളിക്കുക, ഒളിച്ചെടി കളിക്കുക, കല്ല് കളിക്കുക. ഇപ്പം അവർക്ക് ബൊമ്മക്കുട്ടിക്ക് കേക്ക് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരെ എത്തി. കൂടുതലായിട്ട് ഈ കുട്ടികൾ മൊബൈൽ നോക്കിയിരിക്കണൊക്കെ നല്ലത് ഇങ്ങനെയുള്ള കളികളൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളും അവരുടെ കൂടെ കുറച്ചൊക്കെ കളിക്കാൻ കൂടി കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് പാടത്തും തൊടിയിലൊക്കെ ഒന്ന് കൊണ്ടുപോവുക, ഒന്ന് കളിക്കുക, മീൻ പിടിക്കാൻ കൂടുക, ഇതൊക്കെ ഞാനും ചെയ്യാറുണ്ട് കേട്ടോ കുട്ടപ്പായുടെ കൂടെ. കുട്ടപ്പായ്ക്ക് കൂട്ടായിട്ട് ഇപ്പോൾ ശ്രീകുട്ടി ഉണ്ടെന്ന് മാത്രം. ഇപ്പം ഞങ്ങൾ 3 ആളാണ്, പിന്നെ പൊന്നൂസും. അങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെ പോണു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നല്ലൊരു ദിവസം നേരുന്നു. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾക്ക് കാണാം.